ഏട്ടൻ എന്നെ വിളിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം വിളിക്കുന്നു. അതിൽ നമ്മൾ എന്നോട് പറഞ്ഞു തടി കുറക്കണം, കുറച്ചേ പറ്റൂ. ആ ഒരു പോയിന്റിൽ നമ്മൾ എഫേർട്ട് ഇട്ടു, കുറച്ചു. ആ സിനിമക്ക് വേണ്ടി ആ സിനിമയിൽ തിരക്കേടില്ലാതെ അഭിനയിക്കാൻ പറ്റി. ആ സിനിമ പിന്നെ അൾട്ടിമേറ്റ്ലി ആ സിനിമയുടെ കോണ്ടന്റ്, അതിൽ ഡ്രാമയുണ്ട്, ഇമോഷനും പരിപാടിയും, അതിന് സിനിമക്ക് അതിൻ്റെതായിട്ടുള്ള ആ സ്ക്രിപ്റ്റിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആൾക്കാർ പിന്നീട് ട്രോളുകൾ വന്നു, ഇതൊക്കെ വന്നു. പക്ഷേ അന്നും ഇന്നും എന്നെ ആരും കളിയാക്കിയതായിട്ട് ഞാൻ സേഫായിരുന്നു ആ സിനിമയിൽ, മനസ്സിലായില്ലേ, ഒരു പരിധി വരെ. അത് നമ്മളിട്ട എഫേർട്ടിൻ്റെയും നമ്മുടെ എനർജീൻ്റെയും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ സിനിമ എന്തും ആയിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് എല്ലാ സിനിമകളിലും നമ്മൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സിനിമകളിൽ ഈ ഡയറക്ടേഴ്സ് നമ്മളോട് ഡിമാൻഡ് ചെയ്യൊന്നുമില്ല. ചിലവർ ഇത് മതി എന്ന് പറയും, ചിലവർ ഇതൊന്നുകൂടെ എന്നും പറയും. അപ്പം നമ്മൾ എന്തും ചെയ്യാൻ റെഡിയാണ് ആസ് ആക്ടേഴ്സ്. പക്ഷേ ഇതൊക്കെ ഡയറക്ടേഴ്സിൻ്റെ കൺട്രോളിലാണ്. അപ്പം ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, ഐ ആം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. ആ ഡയറക്ടർ എത്രത്തോളം നല്ലതാണോ അത്രയേ ഉള്ളൂ ഒരു നടൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസും. അത് ചില ആക്ടേഴ്സ് അവർ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒന്നും സക്സസ്ഫുള്ളായിട്ട്, പക്ഷെ എന്നാൽ പോലും ഒന്നും ചെയ്യില്ല, സ്ക്രീനിൽ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചിലർ എഫേർട്ട് ഇടില്ല, എന്താ പറയണ്ടത്, ചിലർ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ പൊതുവേ ആ ഡയറക്ടറിൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് സെറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. നമ്മളൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അയാളുടെ പാഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു കൺവിക്ഷൻ, അയാളുടെ ഒരു ഗട്ട് ഫീലിംഗ്. നമ്മൾ ആദ്യം കഥ കേൾക്കുന്ന സമയത്ത് ചിലത് മോശമാണ്, നമ്മൾ മോശമാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ഈ സൗഹൃദ വലയത്തിനിടയിൽ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ കാലയളവിൽ ഞാൻ. അപ്പം ചിലർക്ക് വേണ്ടി നമ്മൾ ബന്ധത്തിൻ്റെ പുറത്ത് സിനിമ ചെയ്യും, അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടത്, ഞാൻ ഇതൊരു സാമ്പത്തിക ലാഭത്തിനൊന്നും വേണ്ടി ഞാൻ അധികം എന്നല്ല, അങ്ങനെ സിനിമകൾ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക്. എൻ്റെ അത്യാവശ്യത്തിൽ അധികം പൈസ ഉണ്ട്, അതുകൊണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ സിനിമ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ കൂട്ടായ്മ, അല്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, പിന്നെ നമുക്ക് വരുന്ന സിനിമകളിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർ ഒരു സിനിമ വേണം, ഇത് പിടിച്ചു വെക്കണം, ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ സിനിമ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ സ്കെഡ്യൂൾ ഗ്യാപ്പിൽ 5 ദിവസം വരെ പോയിട്ട് നമ്മൾ ബന്ധത്തിൻ്റെ പുറത്തൊക്കെ ഞാൻ പോയി സിനിമ ചെയ്തിരുന്നു. ഇതിലൊന്നും ചെയ്തേ പറ്റൂ. അത് പൈസയൊന്നുമല്ല, കാരണം അന്നൊന്നും അങ്ങനെ പൈസ വാങ്ങിക്കാത്ത എത്രയോ പടങ്ങളുണ്ട് ഞാൻ അഭിനയിച്ച്. കഴിഞ്ഞ വർഷത്തിൽ എത്രയോ പടങ്ങൾ പൈസ വാങ്ങിക്കാതെ അഭിനയിച്ച സിനിമകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചേച്ചിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. പക്ഷേ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്തേക്ക് വരുന്ന ആരെയും ഞാൻ എന്താ പറയുക വിഷമിച്ച് വിടാറില്ല. ഒരു സിനിമ ചെയ്യൂ, അവരോട് കാര്യങ്ങൾ പറയാം നമ്മൾ.